ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇപ്പോഴെനിക്കൊന്ന് സമാധാനമായത്. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. നമ്മൾ തമ്മിൽ എടുക്കേണ്ട ഡിസിഷനുകൾ നമ്മൾ സ്വകാര്യമായിട്ടിരിക്കുമ്പോൾ മാത്രമേ ഞാൻ സംസാരിക്കൂ. തന്റെ മമ്മിയുടെ മുമ്പിൽ വെച്ച് സംസാരിക്കുന്ന പ്രശ്നമേ ഇല്ല. പറയുമ്പോ വലിയ ഹോസ്പിറ്റലാ. ഓപ്പറേഷൻ ചെയ്ത രോഗിക്ക് കൊടുക്കാൻ മരുന്നില്ല, വേണമെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കാൻ. എങ്കിൽ പിന്നെ സർക്കാർ ആശുപത്രി പോയാ പോരെ. അവിടെ ഉണ്ടായിരുന്ന സ്റ്റോക്ക് തീർന്നു എന്നല്ലേ പറഞ്ഞേ? ഇവിടെ ഇഷ്ടംപോലെ മെഡിക്കൽ ഷോപ്പ് ഉണ്ടല്ലോ, നമുക്ക് വാങ്ങിച്ചാ പോരെ? ഗോപാലമ്മ, ഞാനേ മരുന്ന് വാങ്ങിച്ചിട്ട് സിത്താര മേഡത്തിന്റെ അങ്ങോട്ടേക്ക് പോവും. അവിടെ നവീൻ വന്നിട്ടുണ്ടായിരുന്നു എന്ന് സിനിച്ചേച്ചി വിളിച്ചപ്പോ പറഞ്ഞു. എന്താ കാര്യമൊന്നും അറിയില്ല, എന്നാലും ഒന്ന് പോണം. പോയിട്ട് പെട്ടെന്ന് വന്നാ മതി മോളെ. സാറേ, ഗാതമാടമല്ലേ ഇത്? എടോ, വണ്ടി നിർത്ത്. ഗോപാലമ്മ വന്നേ. ഗാഥ, ഗാഥ എന്താ ഇവിടെ? അത് ചോദിച്ചത് കേട്ടില്ലേ ഗാഥ? സാറേ, എന്റെ ഭാര്യ സുനന്ദ ഗാഥാ മേഡത്തിന്റെ വീട്ടിലാ ജോലി ചെയ്യുന്നത്. പെട്ടെന്ന് അവൾക്ക് സുഖമില്ലാതായി. സിത്താര മേഡത്തോട് വിളിച്ചു പറഞ്ഞപ്പോ ഗാഥാ മേഡം എന്നെ സഹായിക്കാൻ വേണ്ടി ഓടി വന്നതാ. അതെ, പെട്ടെന്ന് ഇവർക്ക് സഹായം വേണമെന്ന് പറഞ്ഞു വിളിച്ചപ്പോ വന്നതാ. മേഡം വന്നിട്ടാ ബില്ലൊക്കെ അടച്ചത്. മേഡം ഉണ്ടായിരുന്നോണ്ട് ഡോക്ടർമാര് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോഴേ ഞങ്ങളൊരു മരുന്ന് വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാ. എന്റെ നവീൻ സാറേ, ഗാതമാടത്തിന്റെ പരസഹായം എന്താണെന്ന് ഏറ്റവും കൂടുതൽ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. ഞാനും എന്റെ അമ്മയും എല്ലാ ദിവസവും പറയാറുമുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, ഇയാളുടെ ഭാര്യയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞപ്പോ ഗാതമാട ഓടി വന്നത്. വെൽഡൺ ഗാഥ. മറ്റുള്ളവരോട് താനീ കാണിക്കുന്ന കാരുണ്യമുണ്ടല്ലോ, ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. താൻ എപ്പോഴും ഇങ്ങനെയായിരിക്കണം. സാറേ, ഈ മരുന്നിന് വേണ്ടി അവരവിടെ കാത്തിരിക്കുക. ഞങ്ങൾ വെക്കോട്ടെ? അതെ, അവിടെ കുറച്ച് തിരക്കുണ്ടെന്നേ. എന്നാ ആയിക്കോട്ടെ മണിക്കുഞ്ഞ്, നമുക്ക് പോവാം. ശരി സാർ. ഓക്കെ ഗാഥ. ശരി. സി. നവീൻ എന്തെങ്കിലും സംശയം തോന്നിയ മോളെ? വല്ലാത്തൊരു കുരിക്കല ഗോപാലമ്മ ഞാൻ പെട്ടിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്തൊരവസ്ഥ. എപ്പോഴാ ഇതുപോലെ ആരെങ്കിലും ഒക്കെ മുന്നിൽ വന്ന് ചാടുന്നതെന്ന് എനിക്കറിയില്ല. യോ, എപ്പോഴാ ഇതെല്ലാം കൂടി തകർന്ന് വീഴുന്നതെന്നും എനിക്കറിയില്ല. തൽക്കാലം രക്ഷപ്പെട്ടല്ലോ മോളെ. ഗോപാലമ്മ, മാമ പോയി മരുന്ന് വാങ്ങിച്ചിട്ട് വന്നാ മതി. ഞാൻ അമ്മയുടെ അടുത്ത് പോയിരിക്കട്ടെ. എന്നാ മോള് വെക്കോ. ഗാഥ, ഒരു സംശയം തോന്നിയാ അത് തീർക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. സാർ എന്തിന്റെ കാര്യം പറഞ്ഞെന്ന് അറിയാവോ? മാഡം ഒരു വെഡിങ് കാർഡ് സെലക്ട് ചെയ്തില്ലേ, അതിനെ കുറിച്ചാന്നേ. സത്യത്തിൽ ഞാൻ കരുതിയത് തന്നെ എനിക്ക് പൂർണ്ണമായിട്ട് അറിയാന്ന. അതുകൊണ്ട് തന്നെ താൻ കൂട്ടത്തില് ആ കാർഡ് സെലക്ട് ചെയ്യുന്നത് ഞാൻ പ്രതീക്ഷിച്ചേ. മമ്മിയുടെ മുന്നിൽ വെച്ചായതുകൊണ്ടാണോ ആ കാർഡ് സെലക്ട് ചെയ്തത്? എന്റെ പൊന്നു സാറേ, എന്തായാലും സിത്താരമാട ഇവിടെ ഇപ്പൊ ഇല്ലല്ലോ. കാർഡല്ല എന്റെ കയ്യിലും ഉണ്ട്. ഇതിന്ന് കാതാമാട ഒന്ന് സെലക്ട് ചെയ്യട്ടെന്നേ. അപ്പൊ നോക്കാമല്ലോ രണ്ടുപേരുടെ മനസ്സ് ഒരേ പാതയിലാണോ സഞ്ചരിക്കുന്നതെന്ന്. ഗാതാമാട സെലക്ട് ചെയ്ത കാർഡുകളൊക്കെ തന്നെയാ ഇത്. സത്യസന്ധമായി മാഡത്തിന് ഇതിന്ന് ഏത് കാർഡാ ഇഷ്ടമെന്ന് വെച്ചാ അതങ്ങ് സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്.
തന്റെ ശരിക്കുള്ള മനസ്സ് ഞാനൊന്ന് കാണട്ടെ. ഒന്നങ്ങോട്ട് എടുത്ത് കൊടുക്കുമോളെ. ഇപ്പൊ എങ്ങനെയുണ്ട് സാറേ? എനിക്കറിയായിരുന്നു മാഡം ഇതേ സെലക്ട് ചെയ്യുള്ളൂ എന്ന്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ സിത്താര മാഡത്തിന്റെ മുന്നിൽ നിന്നോണ്ടാ ആ കാർഡിൽ തൊട്ടതെന്ന്. താങ്ക്സ് കാത. ഇപ്പോഴെനിക്കൊന്ന് സമാധാനമായത്. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. നമ്മൾ തമ്മിൽ എടുക്കേണ്ട ഡിസിഷനുകൾ നമ്മൾ സ്വകാര്യമായിട്ടിരിക്കുമ്പോൾ മാത്രമേ ഞാൻ സംസാരിക്കൂ. തന്റെ മമ്മിയുടെ മുമ്പിൽ വെച്ച് സംസാരിക്കുന്ന പ്രശ്നമേ ഇല്ല. പിന്നെ തന്റെ ഈ ഗെറ്റപ്പ് ഉണ്ടല്ലോ, കൂടുതൽ മേക്കപ്പ് ഒന്നും ഇല്ലാതെ സിമ്പിൾ ലുക്ക്, അത് നല്ലതാണ്. യു ആർ സോ ബ്യൂട്ടിഫുൾ. അല്ലേടോ മണിക്കുഞ്ഞെ? എന്റെ പൊന്നു സാറേ, ഈ മേക്കപ്പിന്റെ കൂടുതലും കുറവും നോക്കാനൊന്നും എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഗാഥാമാട സുന്ദരിയാ, അക്കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അപ്പോ മണിക്കുഞ്ഞെ, നമുക്കൊരു കാര്യം കൂടി അങ്ങ് ചേഞ്ച് ചെയ്താലോ? എന്നാ സാറേ? നേരത്തെ സെലക്ട് ചെയ്ത കാർഡിൽ വെക്കാനാണെങ്കിൽ അപ്പം നമ്മൾ വാങ്ങിയ ഗാഥയുടെ ഫോട്ടോ മതി. പക്ഷെ ഈ സിമ്പിൾ കാർഡിൽ വെക്കാനാണെങ്കിലേ ഗാഥയുടെ സിമ്പിൾ ലുക്കിലുള്ള ഒരു ഫോട്ടോ വേണം. എന്താ വേണ്ടേ? പിന്നെ വേണം സാറേ. അയ്യോ നവീൻ, എനിക്ക് ഇവരുടെ കൂടെ ഹോസ്പിറ്റലിലൊക്കെ പോകാനുള്ളതാ. പൊയ്ക്കോ, ജസ്റ്റ് ഒരു ക്ലിക്ക്. ഞാനൊരു ഫോട്ടോ എടുക്കുന്നു, താൻ പോകുന്നു, അത്ര തന്നെ. ചേട്ടാ, വേറെ തോന്നല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഗത, ലുക്ക്. അപ്പോ ഈ ഫോട്ടോ ആണ് നമ്മുടെ വെഡിങ് കാർഡിൽ ഉണ്ടാവുക. എന്താ നവീൻ? അല്ല, കയ്യിലെ മൈലാഞ്ചി മാച്ചു കളഞ്ഞല്ലേ, പിന്നെങ്ങനെ വീണ്ടും വന്നേ? Krishna